നമസ്കാരം. ഏവർക്കും ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിശ്വസിക്കാത്ത മനുഷ്യർ വളരെയധികം കുറവാണ്. സമ്പത്ത് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിതത്തിൽ ധാരാളം ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കണമെന്നതിന് വേണ്ടിയൊക്കെയും ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ട്. അങ്ങനെ പ്രാവർത്തികമാക്കുന്നത് നിമിത്തം ഭാഗ്യം വളരെ വലിയ തോതിൽ ഓരോ വ്യക്തിയിലേക്കും എത്തുകയും ആ വ്യക്തികൾക്ക് ആ ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ വളരെയധികം മാറ്റങ്ങൾ വന്ന് ഭാവിക്കുകയും ചെയ്യും. എന്നാൽ ചിലതൊക്കെ അത്രത്തോളം വലിയ ഒരു ഭാഗ്യത്തെ നൽകുകയില്ലെങ്കിലും എല്ലാത്തിനെയും അങ്ങനെ വില കുറച്ച് കാണാനും സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ, ചില പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞ് സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കുന്നതായിരിക്കും. വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യതയോടുകൂടിയും ശുദ്ധമായും വൃത്തിയോടുകൂടിയും ചെയ്താൽ ഭാഗ്യവും സമ്പത്തും നമ്മളിലേക്ക് ഒഴുകിയെത്തുമെന്നതിൽ വിശ്വസിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അത്തരത്തിൽ ഭാഗ്യവും സമ്പത്തും ലഭിക്കാൻ നാണയം കൊണ്ടൊരു പ്രയോഗമുണ്ട്, ചെറിയ ഒരു മാർഗം. അത് 1 രൂപ നാണയമാണ് ഇതിന് ഈ പരീക്ഷണം നടത്താൻ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ നാണയം നമ്മൾ രാത്രിയിൽ നമ്മുടെ തലയിണയുടെ അടിയിൽ വയ്ക്കണം. അങ്ങനെ വയ്ക്കുന്നത് നിമിത്തം അത് 3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുകയും സാമ്പത്തികമായി നിങ്ങളിലേക്ക് ഒരു തെളിവ്, ഒരു തെളിച്ചം, സമ്പത്ത്, ഒരു ഉയർച്ച ഒക്കെയും വന്ന് ചേരുകയും ചെയ്യുന്നതാണ്. സമ്പത്തിൻ്റെതായ ആ ഒരു ഒഴുക്കില്ലായ്മ, അതായത് സമ്പത്ത് എത്തുന്നില്ല, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്, സാമ്പത്തിക തടസ്സം, എവിടെ ചെന്ന് നോക്കിയാലും വ്യാഴം തെളിയുന്നില്ല, അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ വരുന്നില്ല, എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ, ഒരു ലോൺ എടുക്കാൻ ചെന്നാൽ തടസ്സം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു വസ്തു വിൽക്കണമെന്ന് കുറച്ച് കാശ്, വസ്തുവെങ്കിലും വിറ്റ് കുറച്ച് കാശ് സമ്പാദിക്കുക, അല്ലെങ്കിൽ കയ്യിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനും തർക്കം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, വീട്ടിലേക്കൊരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നില്ല. ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. സമ്പത്ത് കൂട്ടി വെക്കുമ്പോൾ പല വഴികളിലൂടെ അനാവശ്യ ചിലവുകളായി വന്നു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കാര്യം, ഈ ചെറിയൊരു കാര്യമാണ്, ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. വളരെ വലിയൊരു മാറ്റം സാമ്പത്തികമായി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യാൻ, സാമ്പത്തിക തടസ്സത്തെ മാറ്റുന്ന പരിഹാരത്തിന് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു 1 രൂപ നാണയമാണ്. ഇപ്പോൾ 1 രൂപ നാണയങ്ങളും ചില്ലറകളും ഒക്കെ വളരെയേറെ കുറവാണ് കിട്ടാൻ. എങ്കിലും എങ്ങനെയെങ്കിലും ആ ഒരു 1 രൂപ നാണയം നിങ്ങൾ സംഘടിപ്പിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, നിങ്ങൾക്കിന്ന് ചെയ്യാവുന്നതാണ്. വെള്ളി ചൊവ്വയൊക്കെ ദൈവത്തിൻ്റെ വളരെയധികം പ്രീതി ലഭിക്കുന്നതിനും സാമ്പത്തികമായൊരു ഉന്നതി ഉണ്ടാകുന്നതിനും സഹായകമാകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ കടം കൊടുക്കരുത്, കടം വാങ്ങരുത്, സമ്പത്ത് നമ്മളിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം, അത് പ്രശ്നമില്ല. പക്ഷെ മറ്റൊരാൾക്ക് ധനം കടമായി കൊടുക്കുവാനും നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് പല വസ്തുക്കളും പുറത്തേക്ക് അന്നത്തെ ദിവസം കളയാനോ ഉപേക്ഷിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 1 രൂപ നാണയം എടുത്തിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങൾ കൈകാലുകൾ കഴുകുക. നിങ്ങളുടെ കൈയും കാലും ഒക്കെ കഴുകി ഒന്ന് ശുദ്ധിയായതിനു ശേഷം ഈ 1 രൂപ നാണയം തലയിണയുടെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് സുഖമായി ഉറങ്ങുക. അത് പിന്നെ ആ കാര്യം അന്നത്തെ ദിവസം ചിന്തിക്കേണ്ട. അല്ലാതെ രാത്രി വെച്ചതിന് ശേഷം പിന്നെ എടുത്തെടുത്ത് അവിടെ ഇരിപ്പുണ്ടോ ഉരുണ്ടു പോയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. അങ്ങനെ വയ്ക്കുക അന്നത്തെ ദിവസം. അതിനുശേഷം ആ 1 രൂപ നാണയം പിറ്റേന്ന് രാവിലെ മാത്രമേ നമ്മൾ എടുക്കാവൂ. പിറ്റേന്ന് രാവിലെ വരെ അതിന് സ്പർശിക്കാൻ പോകരുത്. തലയുടെ അടിയിൽ വയ്ക്കുക. സുഖമായി കിടന്നുറങ്ങുക. സുഖകരമായി ഉറക്കം ലഭിക്കുന്നതിന് നല്ലൊരു മാർഗമാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം
ആ നാണയം അവിടെ നിന്ന് എടുത്ത് മാറ്റി സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിത് 3 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1, പിന്നെ അടുത്ത ദിവസം ഉറങ്ങുന്നതിന് മുൻപ് ഈ നാണയം എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നിടത്തുനിന്ന് നാണയം എടുത്ത് അല്പം ശുദ്ധജലത്തിൽ ഈ നാണയം ഒന്ന് കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും ഇത് തലയിണയുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ 2ാമത്തെ ദിവസവും അങ്ങനെ വെച്ചു. ഇടയ്ക്ക് എടുക്കാനോ പിടിക്കാനോ നോക്കാനോ നിൽക്കേണ്ട. ₹1 നാണയമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് ഉരുണ്ടു പോവുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട, എടുക്കരുത്, അത് പിന്നെ കൈകൊണ്ട് തുടരുത്. പിറ്റേ ദിവസം രാവിലെയും ഈ ഒരു കാര്യം ചെയ്യുക. ഇത്തരത്തിൽ ₹1 നാണയം 3 ദിവസം അടുപ്പിച്ച് നിങ്ങളിങ്ങനെ തലയിണയുടെ അടിയിൽ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാഗ്യം, സമ്പത്ത് എന്നിവയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഒരു സാമ്പത്തിക ഉന്നതി, മാറ്റം, പുരോഗതി ഒക്കെ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ₹1 നാണയം മാത്രം വെച്ചാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ₹1 നാണയം മാത്രം വെച്ചില്ല, ചന്ദനത്തടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. സമ്പത്ത് കൂട്ടാൻ ചന്ദനത്തടിയിലും സാധ്യമാകുന്നതാണ്. അപ്പോൾ കയ്യിൽ ചന്ദനത്തടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ തടി ഉപയോഗിക്കാം. അത് ഇങ്ങനെ ചെയ്ത് 3 ദിവസം ഇന്ന് കൊണ്ടുവെക്കുമ്പോൾ ഇന്ന് കഴുകിയൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ശുദ്ധമായി വെച്ചാൽ മതി വൃത്തിയോടുകൂടി. നാളെ പക്ഷേ ഇത് ഒരു ദിവസം നമ്മൾ വെച്ച നാണയമായതിനാൽ തന്നെ പിറ്റേ ദിവസം കൈയും കാലും കഴുകി നാണയത്തെയും കഴുകി ശുദ്ധിയാക്കി തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം വീണ്ടും തലയണ അടി വെക്കുക. രാവിലെ അതെടുത്ത് മാറ്റുക, അവിടെ വെച്ചേക്കണ്ട, രാവിലെ മാറ്റി. ഒരു 3 ദിവസം മാറ്റിയ ശേഷം ആ പൈസ പിന്നെ ആ നാണയം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കളയുകയും വേണ്ട, അല്ലെങ്കിൽ അത് വഞ്ചിയിൽഡി അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സൂക്ഷിച്ചൊരു അലമാരയുടെ ഒരു മൂലയ്ക്ക് തന്നെ വെച്ചേക്കും, അതൊന്നും ചെയ്യണ്ട. ഒരു മാറ്റം, കടങ്ങളിൽ നിന്നൊരു മാറ്റം, ഒരു ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് ധനം എത്തുക, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുക. നമ്മൾ മുന്നേ സഹായിച്ച വ്യക്തിയായിരുന്നിരിക്കണം, ഇപ്പോൾ നമ്മൾക്ക് പ്രത്യക്ഷമായി നമ്മൾ അവരിൽ നിന്ന് സഹായം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വേളയിൽ അപ്രത്യക്ഷമായി, അതായത് ഒരു പെട്ടെന്നുള്ള ഒരു സഡനായിട്ടുള്ള ഒരു ആക്ഷൻ എന്ന പോലെ നമ്മളിലേക്ക് അവർ പണം കൊണ്ടു തരിക, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകുക. അതുപോലെ നമ്മുടെ തന്നെ വസ്തു എന്തെങ്കിലും വിൽക്കണമെന്ന് വിചാരിച്ച് നിമിഷ നേരം കൊണ്ട് വിറ്റ് നമ്മുടെ കയ്യിലേക്ക് ധനം വരും. അങ്ങനെ പല മാർഗങ്ങളിൽ നിങ്ങളിൽ ധനം എത്തുകയും പോക്കറ്റ് കാലിയായ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ₹1 നാണയം മാത്രം മതി നമ്മൾക്കിതിനായിട്ട്. അത് ₹1 നാണയം എവിടെ നിന്നെങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കണം. ഇന്ന് തന്നെ വേണമെന്നില്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ₹1 നാണയം സംഘടിപ്പിച്ച് 3 ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. വളരെ മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പതിയെ പതിയെ ഒരു സാമ്പത്തിക ഉന്നതി, നല്ലൊരു ഉറക്കം കിട്ടാനും ഇത് സഹായിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നാണയം ഇരിപ്പോണ്ടോ ഉരുണ്ടു പോയോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട. അങ്ങനെ നോക്കിയിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് വെക്കുക, കിടന്നുറങ്ങുക. എപ്പോഴും നോർമലി എങ്ങനെയാണ് ഉറങ്ങുന്നത് അതേപോലെ തന്നെ ഉറങ്ങുക. വളരെ ഒരു മാറ്റം 3 ദിവസം മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഈ നാണയം സൂക്ഷിച്ചു വെക്കുക. ശുദ്ധമായിട്ടോ അലക്ഷ്യമായിട്ടോ ഒന്ന് ഉപേക്ഷിക്കണം. നാണയമാണ്, അത് എത്ര